ഹലോ, ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് ആപ്പിൾ പെൻ അല്ലെങ്കിൽ സ്റ്റൈലസ്. നമ്മുടെ മൊബൈലും ഐപാഡൊക്കെ ടച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന പെന്നില്ലേ, അത് തന്നെ ഐറ്റം. പക്ഷേ ഇതുണ്ടാക്കാൻ വെറും 10 രൂപ പോലും ആയിട്ടില്ല. എങ്ങനെയെന്ന് കണ്ടാലോ? അതിനു മുന്നേ ഇതുപോലൊരു പെൻ കൊണ്ട് പണ്ട് ഞാൻ ചെയ്തൊരു ആനിമേഷൻ വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്ക്. അതിനുശേഷം ഈ പെൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാം. ആരാ മനസ്സിലായില്ല? കാർത്തുമ്പി. ആരും കാറ് തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. നിന്റെ പേര് ഊരുവെന്ന് എനിക്കറിയണ്ട. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചേ? എന്നോട് കേറിയിരുന്നോളം പറഞ്ഞു. ആര്? ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ കേറിയിരിക്കാനുള്ള വണ്ടി ഒന്നുമില്ല, ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആര്? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ, പോയി ചോദിക്ക്. അയാളാ ഷാപ്പിലുണ്ട്. വരുന്നു, അങ്ങോട്ട് ചോദിച്ചോളൂ. എന്താ ചോദിക്കണമെന്ന് വെച്ചാ. അമ്മാവാ, ഇയാൾ എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. മെയിനായിട്ട് പേന, കോപ്പർ വയർ, ബഡ്സ്. നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ അത്യാവശ്യം ആ വയറിൻ്റെ കോട്ടിംഗ് ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ കൈയൊന്ന് മുറിഞ്ഞു. കുട്ടികളാരും ഇത് അനുകരിക്കരുതെന്ന് പറയാൻ മാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡിസ്ക്ലൈമർ ഒന്നും ഇവിടെ വെക്കുന്നില്ല. തൽക്കാലം വയർ എവിടെ ഇരിക്കട്ടെ. നമുക്കിനി പേനയുടെ റീഫില്ലറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നമുക്ക് റീഫില്ലർ ആവശ്യമില്ല, പകരം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബഡ്സ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ബഡ്സ് എടുക്കാം. ബഡ്സിൻ്റെ നമുക്ക് പകുതി മാത്രമാണ് ആവശ്യമുള്ളത്. നമ്മൾ നിബ്ബായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന സ്ഥലം ഇതുപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ കോപ്പർ വയറിൽ നിന്ന് ഒരെണ്ണം മാത്രം കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് നിബിൽ വൈൻഡ് ചെയ്ത് വെക്കാനുള്ളതാണ്. അതിനു മുന്നേ നമുക്ക് ബഡ്സ് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നിബ്ബായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ബഡ്സിൻ്റെ അവിടെയാണ് കോപ്പർ വയർ വൈൻഡ് ചെയ്യേണ്ടത്. കുറച്ച് വൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബഡ്സ് പേനയുടെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. കോപ്പർ വയറിൻ്റെ ഒരു എൻഡ് ഇതുപോലെ ബഡ്സിലും മറ്റേ എൻഡ് ഇതുപോലെ പുറത്തും വേണം. എന്നിട്ട് ആ പുറത്ത് കിടക്കുന്ന എൻഡ് പേനയിൽ നമ്മൾ പിടിക്കുന്ന ഏരിയയിലും മുട്ടുന്ന രീതിക്ക് ചുറ്റി വെക്കണം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ഐപ്പൺ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. എന്താണ് ആ ചെറിയ കാര്യമെന്നാണോ? അത് ഈ വാട്ടർ ഡ്രോപ്സ് തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ കുറച്ച് വാട്ടർ ഡ്രോപ്സിൽ നമ്മുടെ ബഡ്സിൻ്റെ നിബ്ബ് ഒന്ന് മുക്കിയെടുക്കണം. മുക്കി നമുക്ക് വെള്ളം അതിൽ വേണ്ട, അതുകൊണ്ട് സ്ക്യൂസ് ചെയ്ത് ജസ്റ്റ് ഒരു നനവ് മാത്രം അതിൽ വെച്ചാൽ മതി. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ സ്ക്യൂസ് ചെയ്ത് കാണണം മുക്കിയിട്ട്. ആക്ച്വലി ഇതിൻ്റെ മെക്കാനിസം പ്യുവർ ഫിസിക്സ് ആണ്. അതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. സത്യമായിട്ടും എനിക്കിതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെയാണ് പറയാത്തത്. നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ പോലെ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ. ഇത് അത്യാവശ്യം നേരം വർക്ക് ചെയ്തോളും. ഇടയ്ക്ക് മാത്രം അതുപോലെ വാട്ടർ ഒന്ന് മുക്കി സ്ക്യൂസ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. നമുക്ക് അത്യാവശ്യം ഇതുപോലെ എല്ലാ ആർട്ടും വരക്കാൻ പറ്റും. പിന്നെ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ തരാം. നിബിൻ്റെ അവിടെ ആ ഒരു ചെറിയ നനവും പിന്നെ നമ്മുടെ കൈ ആ പൊക്കത്ത് ചുറ്റിയേക്കണ കോപ്പർ വയറിലും ടച്ച് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യാത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.